കഴിഞ്ഞ ദിവസം നമ്മൾ ഈസ്-എം-ആർ എന്താണെന്ന് പഠിച്ചിരുന്നു. ഏത് സിറ്റുവേഷനിലാണ് ഈസ്-എം-ആർ ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് ആ പഠിച്ച കാര്യം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ കുട്ടികളെ റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ്-എം-ആർ ഉപയോഗിച്ച് എങ്ങനെ എഴുതാൻ നോക്കാം. ഹി എന്ന് പറയുമ്പോൾ സിംഗുലർ സബ്ജക്റ്റാണ്, അതുകൊണ്ട് നമുക്ക് ഈസ് എഴുതാം. ഐ നമ്മൾ പഠിച്ചതാണ്, ഐൻ്റെ കൂടെ എപ്പോഴും ആം എന്നത് മാത്രമേ വരുന്നുള്ളൂ. ഐ ആം റോഹൻ. ദേ എന്ന് പറയുമ്പോൾ അവരെന്നാണ് അർത്ഥം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് 6 കൊടുക്കാം. ദേ ആർ സ്മാർട്ട്. വി ഡാഷ് ഫ്രണ്ട്സ്. വി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നർത്ഥത്തിലാണ്. അപ്പോഴും ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, അതുകൊണ്ട് തന്നെ വി ആർ ഫ്രണ്ട്സ്. ഷീ അവൾ, ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഷീ ഈസ് എ ഡാൻസർ. നേരത്തെ പറഞ്ഞ നൗൺസ് എല്ലാം പ്രോനൗൺസ് വെച്ചുള്ള എക്സാമ്പിൾസ് ആയിരുന്നു. പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ നൗൺസിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകൾ. ഈ ക്വസ്റ്റ്യൻസിലെ സബ്ജക്റ്റ് എല്ലാം നൗൺസ് വെച്ചാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ദ ക്യാറ്റ് ഡാഷ് സ്ലീപ്പിംഗ്. ദ ക്യാറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്യാറ്റുള്ളല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസ് സ്ലീപ്പിംഗ് എഴുതാം. ഈ ക്യാറ്റിന് പകരം നമുക്ക് എന്തെഴുതാം? ഇറ്റ് എഴുതാം. ക്യാറ്റ്സ് ഡാഷ് വെരി പ്ലേഫുൾ. ക്യാറ്റ്സ്, ഇവിടെ ക്യാറ്റ്സ് എന്ന് പറയുമ്പോൾ പൂച്ചകൾ വളരെ നോട്ടിയാണെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പൂച്ചകളുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 6 എഴുതാം. ദ ബോയ് ഡാഷ് റണ്ണിങ്. ദ ബോയ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയാണല്ലേ, ഒരാൺകുട്ടി, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈസ് എഴുതാം. ദ ബോയ്സ് ഡാഷ് റണ്ണിങ്. ഇവിടെ ബോയ്സ് ആണ്, ആൺകുട്ടികൾ, ഒന്നിൽ കൂടുതൽ പേരുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 6 എഴുതാം. ദ ബോയ്സ് ആർ റണ്ണിങ്. ഇനി ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ബോയ് ആൻഡ് ദ ഗേൾ ഡാഷ് പ്ലേയിങ് ടുഗെദർ. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഒരു നൗൺ മാത്രമേ സബ്ജക്റ്റായിട്ട് വന്നിരുന്നുള്ളൂ. ഇവിടെ 2 നൗൺസ് ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ദ ബോയ് ആൻഡ് ദ ഗേൾ ആർ പ്ലേയിങ് ടുഗെദർ. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ ഡാഷ് ഗോയിങ് ടുഗെദർ. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ ആർ ഗോയിങ് ടുഗെദർ. ഈ ക്വസ്റ്റ്യൻസ് നോക്കിയേ, മുൻപ് ചെയ്തതുപോലെ തന്നെ സബ്ജക്റ്റിൽ നൗൺസ് ഉണ്ടല്ലേ, 2 നൗൺസിനെ ആൻഡ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബ്രെഡ് ആൻഡ് ബട്ടർ. ഇവിടെ എന്താ വരിക? ബ്രെഡ് ആൻഡ് ബട്ടർ. ഇവിടെ 6 അല്ല വരിക, ഈസാ വരിക. കാരണം ഇതൊരു കോമ്പൗണ്ട് കോമ്പിനേഷൻസ് ആണ്. ഇത്തരം കോമ്പിനേഷൻസ് എഴുതുമ്പോൾ നമ്മൾ 2 നൗൺ ഉണ്ടെങ്കിൽ പോലും അത് സിംഗുലർ സബ്ജക്റ്റായിട്ട് കണക്കാക്കി ഈസാണ് എഴുതുന്നത്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഓൺ ദ ടേബിൾ. ബ്രെഡ് ആൻഡ് ജാം, ഇവിടെയും അപ്പോൾ ഈസ്. ബ്രെഡ് ആൻഡ് ജാം ഇസ് എ ടേസ്റ്റി സ്നാക്ക്. ബ്രെഡ് ആൻഡ് ജാം ഇസ് എ ടേസ്റ്റി സ്നാക്ക്. ഈ ക്വസ്റ്റ്യനും നേരത്തെ പറഞ്ഞതുപോലുള്ള കോമ്പിനേഷനാണ്. ലോ ആൻഡ് ഓർഡർ ഡാഷ് മെയിൻറ്റെയിൻഡ് ബൈ ദ പോലീസ്. Law and order is maintained by the police. Cup and saucer dash on the table. Cup and saucer is on the table. അപ്പോൾ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് സബ്ജക്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അത് നമ്മൾ സിംഗുലറായിട്ട് കണക്കാക്കി ഈസാണ് എഴുതുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിലൂടെ ഈസ്-എം-ആർ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം എന്ന ടോപ്പിക്ക് കുറച്ചുകൂടി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.